നമസ്കാരം, വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ രണ്ട് ചങ്കുകളുടെ കൂടെയാണ്. കുറച്ച് എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഇനി യു കെയിൽ വരുന്ന ആളുകൾ, യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വല്ല ഗുണമുണ്ടോ, വല്ല ബെനിഫിറ്റും ഉണ്ടോ, അത് യു കെ മടുത്തിട്ടിട്ട് പോകണമെന്നാണോ നിങ്ങളെ കമൻറ്റ്? ഇവിടെ ഉള്ള കുറേ നാളുകളായിട്ട് ഇവിടെ വന്ന് സ്റ്റുഡൻ്റായിട്ട് വന്ന് ഡിപ്പെൻഡൻ്റായിട്ട് വന്ന് എക്സ്പീരിയൻസ് ഉള്ള രണ്ട് ആളുകളുണ്ട്. ഒരാൾ നമ്മുടെ സ്വന്തം അബീസ് യു കെ, പിന്നെ നമ്മുടെ ചങ്ക് ഹരി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇവരൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. മച്ചന്മാരെ, എങ്ങനെയുണ്ട് യു കെയിലെ ലൈഫ്? എത്ര നാളെ നിങ്ങളിവിടെ എത്തിയിട്ട്? ഹരി, ഞാനിവിടെ എത്തിയിട്ട് കറക്റ്റ് ഒരു 3 വർഷവും ഏകദേശം ഒരു 4 മാസവും ഇപ്പോഴായി. ഓക്കെ. ഇതുവരെയൊക്കെയുള്ള സോഫാർ ഞാൻ ഇതിനു മുമ്പ് അബീസിക്കട ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറ്റിയിട്ട്. കാര്യം ഇടയ്ക്കൊരു പെൺകുട്ടി ചെയ്തൊരു വീഡിയോ നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ട്രിഗർ ആവുന്ന രീതിയിലായിരുന്നു. അത് നമ്മളെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണം. അവർ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ ഈ ഹോസ്പിറ്റൽ സംഭവങ്ങളിലൊക്കെ ചെറിയൊരു ഇത് അത് എല്ലാവർക്കും അറിയാം. സത്യമുണ്ട്, പക്ഷെ നമുക്ക് സത്യം രണ്ട് രീതിയിൽ അവതരിപ്പിക്കാം അല്ലേ, വളച്ചൊടിക്കാം. നമുക്ക് അതേ രീതിയിലാണ് എനിക്ക് സത്യം ട്രിഗറായി, നന്നായി ട്രിഗറായി. കാര്യം നമ്മളിവിടെ വന്നത് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു തോട്ടിലുമാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്ന് തന്നെയാണ് എനിക്ക് ഈ 3.5 വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രക്ഷപ്പെടാമെന്ന് തന്നെയാണ്. പക്ഷെ അതിനെ അടച്ചാക്ഷേപ രീതി പറഞ്ഞപ്പോൾ വിഷം വന്നു, സത്യത്തിൽ വിഷം വന്നു. കാരണം ഒരുപാട് ആളുകൾ യു കെയിൽ മണ്ണിൽ വന്നിട്ട് രക്ഷപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്. സമ്പാദ്യം കൊണ്ടും ലൈഫ് കൊണ്ടും വേണ്ട എക്സ്പീരിയൻസ് കൊണ്ടും ഒരുപാട് പേരെ സഹായിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും അവരെയൊക്കെ അടിച്ചിരുത്തി ശരിക്കും യു കെയിലേക്ക് ഒരു മനുഷ്യൻ പോകരുത്, അങ്ങനെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തു, നെഗറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മളിപ്പം ഒരു വിഷയമായിട്ട് നമ്മളിവിടെ കൂടിയേക്കുവാണ്. ഞാൻ ഇന്ന് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിലാണെങ്കിലും ഇപ്പം എല്ലാവരുടെയും കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാര്യം ഞങ്ങൾ യു കെയിൽ വന്നിട്ട് 3 വർഷമായി. ഞങ്ങൾ വന്ന സമയത്തെ പോലെയല്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വന്ന സമയത്ത് ഹരിക്കൊരു മസ്ത ഉണ്ട്. ആ മസ്തയിൽ ഞങ്ങൾ ഇപ്പം പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6 പേർക്ക് ഇരുന്നൊരു സമയമുണ്ട്. പക്ഷെ ഇന്ന് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ ഞങ്ങൾ 6 ഫാമിലി വന്നത്. അത് ഇത് ഞാനൊരു അഹങ്കാരത്തിൻ്റെ പുറത്ത് പറയണല്ല, അതല്ല ഈ മണ്ണിൽ നിന്ന് നമ്മളുണ്ട്. അതായത് ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എല്ലാവർക്കും ഉണ്ടാകും. വരുമ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടാകും. അത് യു കെ എന്നല്ല, ഏത് രാജ്യത്ത് പോയി നമ്മൾ തൊഴിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ രാജ്യത്തിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് നമ്മുടെ കൂട്ടുകെട്ടും എല്ലാം ഇതിൽ ഫാക്ടറാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നു എല്ലാവർക്കും സ്പോൺസർഷിപ്പ്, എല്ലാവരും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഇപ്പം ഇവനൊരു കാര്യം കിട്ടി, ഇവൻ എന്നോട് പറയുകയാണ് ഇപ്പം ഇവൻ്റെ ഫ്രണ്ടിന് IT സ്പോൺസർഷിപ്പ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അർച്ചനയ്ക്ക് സ്പോൺസർഷിപ്പ് കിട്ടി, അഖിലയ്ക്ക് സ്പോൺസർഷിപ്പ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് എൻ്റെ വൈഫിന്. അപ്പോഴേക്കും എൻ്റെ വൈഫ് ഇവരോട് ചോദിച്ച് ഒരേ കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലവർ പറയണ്ട് ഇവിടെ വന്നിപ്പം ഇവർ താമസിച്ചത് 11 പേരുള്ള റൂമിലാണ്. ഈ ഇപ്പോൾ പറയുകയാണെങ്കിൽ പറയാം, 4 അക്ഷരം കൂട്ടി വായിക്കാന്ന് അറിയുന്നവർക്ക് എവിടെ ചെന്നാലും യു കെയിൽ റൂമുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളെല്ലാം ഇവിടെ വന്നവരെല്ലാം 25 ഒന്നുമില്ല. പിന്നെ വന്നവരെല്ലാം 20-25 വയസ്സിന് മേളിലോട്ടുള്ള സ്വന്തമായിട്ട് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് ചൂസ് ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ് യു കെയിലോട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ 11 പേരുടെ വീട്ടിൽ ഇരിക്കുന്നത്. 5 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 10 പേരുടെ കൂടെ ഈ ബാത്റൂം ഷെയർ ചെയ്തത്. അതുകൊണ്ട് ശരിക്കും അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിലും കുറച്ചുകൂടെ എക്സ്പോഷർ നല്ല രീതിയിലൊക്കെ നിൽക്കായിരുന്നു. പിന്നെ ഈ കേറോമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. കേറോമിൽ തന്നെ പോയത് എന്തിനാണ്? വേറെ ജോലി കിട്ടാത്തോണ്ടാണോ? പല ജോലി അവരുടെ ചോയ്സ് തന്നെയാണ്. അവര് തന്നെയാണ് അവര് തന്നെ അവരുടെ ഇതിൽ കുത്തി നോച്ചെന്നുള്ള രീതിയിൽ ബാക്കി മൊത്തത്തിൽ യു കെയിലുള്ള ആളുകളെ മൊത്തം കാരണം അതിനെതിരെ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്ത് കമന്റ് ചെയ്ത് മൊത്തം ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണലി ആ സബ്ജക്റ്റ്, ആ പെൺകുട്ടിയുടെ സബ്ജക്റ്റ് ടോക്ക് ചെയ്തു. നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കമന്റുകൾ വന്നു. എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ട, നാട്ടിലുള്ള മീഡിയ മൊത്തം വലിച്ചു വാരി കീറി പൊട്ടിച്ചു. പിന്നെ നാട്ടിലുള്ള മീഡിയ ചെയ്യണതും ഒരു മോശം എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരാൾ യു കെയുടെ നെഗറ്റീവ് പറയുമ്പം എല്ലാ ചാനലിലും ഇരുന്ന് നെഗറ്റീവ് പറയിപ്പിക്കാനായിട്ട് വന്നിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ നമ്മളിപ്പോൾ കറന്റ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസിനെ എത്രയും പെട്ടെന്ന് ആളുകളിലോട്ട് അവർ അത് കാണാൻ സാധ്യതയുള്ള രീതിയിൽ എത്തിക്കുക എന്നുള്ളൊരു സത്യം മാധ്യമങ്ങൾ ചെയ്യുന്ന, അല്ലാതെ ഇതിൽ പറയുന്ന പ്രൊഫഷണൽ എത്തീക്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്നത് അവരുടെ ക്ലിക്ക് ബൈറ്റ് അവർക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ട് എത്ര രീതിയിൽ നെഗറ്റീവ് വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്നത്. സോ അതിന് വേണ്ടി എത്രത്തോളം നെഗറ്റീവ് ആയിട്ട് നമുക്ക് ആളുകളോട് എത്തിക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളായിരുന്നാലും ഇപ്പോൾ ഒരു ന്യൂസ് ഫസ്റ്റ് നമ്മൾ ആ ഒരു ക്ലിക്ക് ബൈറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നെഗറ്റീവായിട്ട് വേണം. അല്ലാതെ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ 5000 ലോട്ടറിക്ക് ആരും നോക്കൂല. അവന് 16 കോടി 20 കോടി അടിച്ചെന്ന് കേട്ട് അല്ലെങ്കിൽ ആ ടിക്കറ്റ് കടന്നു പോയെന്ന് കേട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസിനായിരിക്കും നമ്മൾ എപ്പോഴും വാല്യൂ കൊടുക്കുന്നത്.
അതങ്ങനെയാണ്, മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണ്. കറക്റ്റാണ്. യു കെയുടെ പോസിറ്റീവ് ന്യൂസുകളും അത്യാവശ്യം സത്യം പോലെ പറയുന്ന ഒരു ചാനലാണ് നമ്മുടെ യു കെ മല്ലു ഷെഫീഖ് ചാനൽ. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. യു കെയുടെ നല്ല വശം പറയുന്നുണ്ട്, മോശം വശമാണെങ്കിൽ മോശം എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്. അല്ലാതെ അടച്ചാക്ഷേപിച്ച് നമ്മൾ ഒന്നിനും പറയാം. പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആളുകൾ ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അത് ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മളൊരു പുതിയ കൺട്രിയിലോട്ട് വന്നു, അപ്പോൾ ആ കൺട്രിയായിട്ട് നമ്മൾ കുറച്ച് അഡാപ്റ്റ് ആവാനുള്ള സമയമെടുക്കും, സ്ട്രഗിൾ ചെയ്യും. പലരും സ്ട്രഗിൾ ചെയ്തിട്ട്, അതായത് വർക്ക് ചെയ്ത് അത്രയും വർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആ ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാതെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സിങ് കിട്ടാതെ ഇവിടെ നിന്ന് തിരിച്ചു വേണ്ടി വന്നവരുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവർ അറിയാം. അതായത് അവരുടെ ഈ ഒരു 2 വർഷം സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള PSW സമയത്ത് മൊത്തം ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടിയിട്ട് കഴിവുണ്ടായിട്ടും വർക്ക് ചെയ്തിട്ടും അവരുടെ അവസരങ്ങൾ കറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ സമയം എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയം നമുക്ക് അത് പിക്ക് ചെയ്യാനായിട്ടും പറ്റണം. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടി തിരിച്ചു പോയാൽ എനിക്ക് പലരും അറിയാം, നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കേസിൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോഴും, അതായത് കറൻറ്റ്ലി അവന് വിസ സ്റ്റാറ്റസ് കഴിഞ്ഞു, അവൻ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും അവൻ്റെ കമ്പനിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട്. കാര്യം അവർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. സോ അവൻ സ്ട്രഗിൾ ചെയ്ത് ഇപ്പം, അതുകൊണ്ട് ഇതേ കണക്കുള്ള ആളുകളും ഞങ്ങൾക്കറിയാം. പക്ഷെ അതല്ലാതെ ഇത് കണക്ക് ഈ കെയർ റൂമിലായിരുന്നാലും അല്ലെങ്കിൽ വേറെ കമ്പനിയിലായിരുന്നാലും ചെന്നിട്ട് അയ്യോ അവിടെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അവിടെ അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം 2-3 വർഷം ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ജീവിച്ചവരുണ്ടല്ലോ ഇവിടെ. നമ്മളെപ്പോഴും ഈ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൻ്റെ അവസാനമാണ് നമ്മളെ വിജയം. അത് ഇവിടെ നിന്ന് യു കെയിൽ വന്ന എല്ലാവർക്കും ഒരു സ്ട്രഗിൾ ഉണ്ട്. ചിലപ്പോൾ 3, 4, 5 വർഷമൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ഫൈനലി ഒരു വിസ ഒക്കെ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ശരിക്കും ഇനിയും കഷ്ടപ്പെടാനും അധ്വാനിക്കാനും, അല്ലെങ്കിൽ സ്കില്ലുണ്ട്, നിങ്ങളുടെ പ്രൊഫഷണലിൽ വർക്ക് ചെയ്ത് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ല, നിങ്ങളൊരു സർക്കിൾ ബ്രേക്ക് ചെയ്ത് പോയി നിങ്ങൾ ആ ജോബ് തേടണം. ഇത് നിങ്ങളുടെ നാടല്ല, നമ്മുടെ നാടല്ല, കേരളമല്ല. യു കെയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിച്ച് ആ ഒരു സർക്കിൾ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ജോബ് കിട്ടുന്നത് എല്ലാവർക്കും. ഇപ്പോൾ ആബീസിൻ്റെ വൈഫിനാണെങ്കിലും മച്ചാനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും കിട്ടിയത് ഇങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ. പിന്നെ ഞാൻ എന്നും എൻ്റെ മനസ്സിൽ കരുതണ ഒരു വാക്യമുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട നമ്മൾ വിജയിക്കും, പണിയെടുത്താൽ എന്നാണെങ്കിലും ഒരു വിജയം കാണും. പക്ഷെ നമ്മുടെ പണിയിൽ അത്യാവശ്യം സത്യസന്ധതയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇന്നല്ലേ നാളെ നമുക്കൊരു വിജയമുണ്ട്. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സത്യമാണ്. അത് എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജ് കൂടിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് സക്സസ് ആയിട്ടുള്ള എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു അഭിപ്രായം തന്നെയാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മച്ചാന്മാരുടെ ഈ റിയൽ ലൈഫാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.